അല്ല, അബിൻ വർക്കിക്ക് എന്ത് നിസ്സഹായാവസ്ഥയാണ് ഉണ്ടായത്? അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ആദ്യം വേണമെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം കാണുന്നവരാണല്ലോ. ഇവിടെ 8-9 വർഷമായിട്ട് പിണറായി ഗവൺമെൻറ് അധികാരത്തിലുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് പോലീസിനെ ഉപയോഗിച്ചിട്ട്. മാത്രമല്ല DYFIക്കാരും പോലീസ് സഹായത്തോടെ യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടം തീവ്രമായി കൊണ്ടുപോകാനായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖത്ത് നിൽക്കുന്ന പോരാളികൾക്ക് ആഗ്രഹം ഉണ്ടാവും. അതൊരു വാശിയും അതൊരു ആവേശവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നും മാറി ദേശീയ തലത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്താൽ അവിടുത്തെ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ ദീപാദാസ് മിശ്ര കേരളത്തിൽ വന്നിട്ട് സംഘടനാ കാര്യം നോക്കുന്നത് പോലെ അവിടെ പോയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യം നോക്കേണ്ട കാര്യമേ ഉള്ളൂ. മറിച്ച് ഇവിടെയാണെങ്കിൽ ഈ ഒരു ആവേശം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ 2-3 ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിക്കുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസക്തി ഏറുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രം നേതാക്കളെ CPM കോർണർ ചെയ്ത് ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു. അവരെ ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ അബിൻ വർക്കിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ എന്തോ ഒരു ഭയത്തോടെ വീക്ഷിക്കുന്നു. CPMൻ്റെ നേതാക്കൾ മുതൽ SFIക്കാർ വരെ ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രസ്താവനകൾ നടത്തുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്കിൽ പിന്നെ കേരളത്തിൽ നിന്ന് തന്നെ ഈ പിണറായി ഗവൺമെൻറ്റിനെ കാണിച്ചു കൊടുക്കാൻ ഒരു വാശി വരും. ആ വാശിയുടെ അടിസ്ഥാനത്തിലാണ് അബിൻ വർക്കിയുടെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥന KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം, അത് കുഴപ്പമില്ല. അദ്ദേഹം ഒരു അഭ്യർത്ഥന നടത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ അഭ്യർത്ഥന നടത്താൻ എന്നൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം ക്രിസ്ത്യാനിയുടെ കാര്യം ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത് തന്നെ ഉദാഹരണമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ക്രിസ്ത്യാനിയാണോ മറ്റേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കിത് ചർച്ചയാക്കാം. കാരണം എന്താണെന്നറിയോ വേണു, അതായത് യൂത്ത് കോൺഗ്രസിന് ഒരു ഗ്ലാമറുണ്ട്. ആ ഗ്ലാമർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ ഗ്ലാമറല്ല, അത് പണ്ടേ ഉണ്ടായൊരു ഗ്ലാമറാണ് യൂത്ത് കോൺഗ്രസ്. ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് 60കളിൽ വന്നു. പിന്നീട് അതിനുശേഷം ഒരു ഘട്ടത്തിൽ അതൊന്ന് പിന്നാക്കം പോയി. പക്ഷേ വീണ്ടും ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വരുന്നു. ആക്ഷേപം കേട്ടിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം കേട്ടിട്ടുണ്ട്. പ്രത്യേക സാഹചര്യം ഇപ്പോൾ വന്നതിൻ്റെ കാരണം നമുക്കറിയാം, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നല്ല ഗ്ലാമർ യൂത്ത് കോൺഗ്രസിൽ പോയിട്ടില്ല. നമ്മളിപ്പോൾ നോക്കൂ, DYFIയുടെ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? SFIയുടെ ഭാരവാഹികൾ ആരെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? നമ്മുടെ യൂത്ത് ഫ്രണ്ട് ചർച്ച ചെയ്യാറുണ്ടോ? യുവമോർച്ച ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു? അതിനാ ഒരു ഗ്ലാമർ ഉള്ളതുകൊണ്ടാണ്. അധികാരവും ഇല്ല, ഒന്നുമില്ല, പക്ഷെ നോക്കൂ ആ ഗ്ലാമർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യാനിയുടെ കാര്യം പറയാം, ഈഴവൻ്റെ കാര്യം പറയാം, നായരുടെ കാര്യം പറയാം, ഒക്കെ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങൾക്കും ഇതൊരു ബാധിക്കുന്ന പ്രശ്നമല്ല, പ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് നേതാക്കൾക്കിടയിൽ ഒരു ഭിന്നസ്വരം വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കുക തന്നെ വേണം. പക്ഷേ അത് സംഘടനാപരമായ കാര്യത്തിൽ അവിടെ ഒതുങ്ങി നിൽക്കും, അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം VM സുധീരൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയത് ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. VM സുധീരൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷമായി. അതിന് ശേഷം അന്ന് ഒരൊറ്റ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നുള്ളൂ സുധീരൻ്റെ കാലത്ത്. അപ്പോൾ സുധീരനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അത് ഞാൻ അവിടെ പറയാൻ കാരണം അതാണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന VM സുധീരൻ MP ആയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ രാജിവെച്ചിട്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു. എന്നിട്ട് ഇവിടുത്തെ ഏക വൈസ് പ്രസിഡൻ്റാണെന്നുള്ളൂ AK ശശീന്ദ്രൻ, അദ്ദേഹത്തെ പ്രസിഡൻറ്റുമാക്കി. അതിനുശേഷം പിന്നെ KC ജോസഫ് വന്നു. പിന്നെ ഇങ്ങനെ കുറേ നോമിനേഷനാണ് വന്നത്. അപ്പോൾ VM സുധീരൻ ഒരു VM സുധീരൻ്റെ കാലത്ത് എഴുതി ചേർക്കാവുന്ന കാര്യം തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന പ്രസിഡന്റ്, അവസാനത്തെ പ്രസിഡന്റ് എന്ന് പറയാം. അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ തിരഞ്ഞെടുപ്പിനെ VM സുധീരൻ അടക്കം വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പിനോടെ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിനോട് താല്പര്യമുള്ള, അപ്പം ഞാനും അതെ, ഞാനൊരു പത്രപ്രവർത്തകനാണെങ്കിലും ഞാനും ഈ തിരഞ്ഞെടുപ്പ് രീതിയോട് യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണമൊക്കെ ഉണ്ട്, അത് വേറെ ചില കാര്യങ്ങളാണ്, അത് ഇവിടെ ചർച്ചാ വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ വന്നു കേരളത്തിൽ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വന്നു ആദ്യമായിട്ടാണ് കേരളത്തിൽ. അപ്പോൾ അതിന് ചെയ്യേണ്ട എന്താണ്? അത്തരമൊരു സാഹചര്യത്തിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് വേണ്ടി വരും, ചിലപ്പോൾ വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ ചില നേതാക്കളെ ദേശീയ അടിസ്ഥാനത്തിലേക്ക് മാറ്റേണ്ടി വരും.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടി വരും. അങ്ങനെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് OJ ജനീഷ് പ്രസിഡൻ്റായത്. അപ്പോൾ OJ ജനീഷ് പ്രസിഡൻ്റ് ആകുമ്പോൾ അതിലും മറ്റേ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ സമരമുഖത്താണെങ്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിന്ന ഒരാൾ അബിൻ വർക്കിയാണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എതിരാളികൾക്ക്, അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ചില പ്രത്യേക ആളുകളെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഉപദ്രവിക്കാനായിട്ട് നിയോഗിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് എന്തിനാണ് പടി കൊടുക്കുന്നത്? കോൺഗ്രസിനുള്ളിൽ തർക്കമൊക്കെ ഉണ്ടാവും, അത് കോൺഗ്രസിനുള്ളിൽ പരിഹരിച്ചാൽ മതിയല്ലോ. പക്ഷേ പുറത്തൊരു തർക്കം വരുത്തേണ്ട കാര്യമില്ലല്ലോ, ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു പരാതി ഉന്നയിക്കേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് OJ ജനീഷിനെ പ്രസിഡൻ്റായി. അതായത് തുല്യരായ ഒരു പിടി നേതാക്കൾ, ഒരു 10 നേതാക്കൾ തുല്യരാ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ 10 നേതാക്കളെ അതിലൊരാളെ ഒന്നാമനാക്കി. അതാണ് OJ ജനീഷിനെ പ്രസിഡൻ്റാക്കിയതിനെക്കുറിച്ച് നമുക്ക്